ആദ്യം റിനു ശ്രീധറിലേക്കാണ്, തിരുവനന്തപുരത്തേക്കാണ്. റിനു, എന്തൊക്കെയാണ് ഇന്ന് തെക്കൻ കേരളത്തിൽ നിന്ന് പ്രധാനമായും പ്രതീക്ഷിക്കുന്ന വാർത്തകൾ? ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ കസ്റ്റഡി അപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കാൻ പോകുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങൾ, അങ്ങനെ വാർത്താ സമ്പന്നമാണ് തെക്കൻ കേരളം. വിവരങ്ങൾ എങ്ങനെയാണ് റിനു ശ്രീധർ? റിജിത്ത്, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്നും വാർത്താ പ്രഭാതം തന്നെയെന്ന് നമുക്ക് പറയേണ്ടി വരും. നല്ല വാർത്താ തിരക്കുമുണ്ട് തലസ്ഥാനത്ത്, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ. എന്തായാലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ, തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് ബാലറ്റ് പേപ്പറുകൾ, പോസ്റ്റൽ ബാലറ്റ് പേപ്പറുകൾ ഇന്നു മുതൽ വിതരണം ചെയ്യും എന്നുള്ളതാണ്. ഏകദേശം 2 ലക്ഷത്തിലധികം ഉദ്യോഗസ്ഥരാണ് ഈ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ളത്. ഇവർക്ക് വേണ്ടിയിട്ടുള്ള ബാലറ്റ് പേപ്പറുകൾ ഇന്നു മുതൽ വിതരണം ചെയ്യും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതാത് ഉദ്യോഗസ്ഥർക്ക്, അതായത് അതാത് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായിട്ടുള്ള രേഖകൾ ഹാജരാക്കുമെങ്കിൽ മാത്രമായിരിക്കും ഈ ബാലറ്റ് പേപ്പറുകൾ നൽകുക എന്നുള്ളതാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിട്ടുള്ളത്. പോലീസ്, അതുപോലെ തന്നെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾ, റവന്യൂ വകുപ്പ്, അങ്ങനെ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ഉണ്ട്. 2 ലക്ഷത്തിലധികം പേർ ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, ഈ ബാലറ്റ് പേപ്പറുകൾ ഇന്നലെ മുതൽ അച്ചടിച്ചു തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഗവൺമെന്റ് പ്രസ്സുകളിലാണ് ഈ ബാലറ്റ് പേപ്പറുകൾ അച്ചടിച്ച് തുടങ്ങിയത്. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് എ പത്മകുമാറിന്റെ കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകും കൊല്ലം വിജിലൻസ് കോടതിയിൽ. അതേസമയം ഇന്ന് റിമാൻഡിൽ കഴിയുന്ന എ പത്മകുമാറിനെ കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ്. കസ്റ്റഡിയിൽ വാങ്ങിയാൽ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കും. അത് ശബരിമലയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും പത്മകുമാറിന്റെ വീട്ടിലാണ് ഗൂഢാലോചന നടന്നത് അടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ആ വീട്ടിലടക്കം എത്തിച്ച് തെളിവെടുപ്പ് ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കടുത്ത നിലപാടിലേക്ക് തന്നെയാണ് SIT പോകുന്നത്. ഏറ്റവും പ്രധാനം, ഇനി മറ്റുള്ളവർ, അതായത് പത്മകുമാറിന്റെ കാലത്തുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങളെ ആരെങ്കിലും അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനമായി നോക്കി കാണേണ്ടുന്നത്. എന്തായാലും മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോയാൽ, SIR-മായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കൂൾ വിദ്യാർത്ഥികളെ വോളണ്ടിയർമാരായി നിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം തന്നെ അത് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളത് അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ കോളേജ് വിദ്യാർത്ഥികളെ ഇതിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് വോളണ്ടിയർമാർ ആക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടികളിലേക്ക്, അത്തരമൊരു ആലോചനയിലേക്കും നിലവിൽ പോകുന്നുണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.